ഗൈസ്, വെൽക്കം ടു മൈ അമ്മീസ് വ്ലോഗ്. ഇനി വിഷു ആവാനായില്ലേ? അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, നമുക്കൊരു കൃഷ്ണവേഷം കിട്ടിയാലോ? അപ്പോൾ അമ്മ പറഞ്ഞു, കൃഷ്ണവേഷം കെട്ടാം. അപ്പോൾ അമ്മ എന്നെ കൃഷ്ണവേഷം കെട്ടിക്കുന്നുണ്ട്. ഷൂട്ട് ചെയ്തിരുന്നത് മാളേച്ചിയാണ്. മാളേച്ചി ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ആകാംക്ഷയും സന്തോഷവും എന്തൊക്കെയാണെന്നറിയില്ല. അപ്പം നമുക്ക് എങ്ങനെയാണ് കൃഷ്ണവേഷം കെട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, കൃഷ്ണവേഷം കിട്ടുന്ന എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി മേക്കപ്പ് ചെയ്യുന്നത് കാണാം. ഗൈസ്, അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് ഇനി എനിക്ക് മേക്കപ്പ് ഇടണം. മേക്കപ്പിനാണ് കുറേ മിനിറ്റ് വേണ്ടത്. അപ്പോൾ നമുക്ക് മേക്കപ്പ് ഇടുന്നത് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് ഫേസ് ക്യാമറ. അമ്മേൻ്റെ ഫേസ് ക്യാമറയാണ്. അമ്മ ബ്യൂട്ടീഷ്യൻ ക്ലാസ്സിന് പോകുന്നതുകൊണ്ട് അമ്മേൻ്റെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ യൂസ് ചെയ്തിരുന്നതാണ്. അപ്പം ഞാനിതൊന്നും ഉപയോഗിക്കാറില്ല. എനിക്കിതൊക്കെ ഉപയോഗിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. മാളവിച്ച് എൻ്റെ ഇരുത്തം കണ്ടിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് കുറേ തമാശകൾ പറഞ്ഞു. നമ്മൾ സ്പ്രേ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണ് ക്രീം തേച്ചത്. എണ്ണ ഒഴിക്കാനായിട്ട് അമ്മ പഠിക്കുന്ന സ്ഥലത്തിലെ മേക്കപ്പ് സാധനങ്ങൾ മൊത്തം എടുത്തിട്ടുണ്ട്. ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മാളവിച്ച് നമുക്ക് കണ്ടെത്തി പോയിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് മാളവിച്ച് പറയുന്നത് കേട്ടായിരുന്നു. മേക്കപ്പ് ഇടുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണാടി നോക്കുമ്പോൾ മാളവിച്ച് എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു. മേക്കപ്പ് ഇടുന്നതിൻ്റെ ഇടയിൽ മാളവിച്ച് എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു. നിന്നെ കാണാൻ വെള്ളപ്പാറ്റേനെ പോലെ ഉണ്ട്. അപ്പം ഞാൻ മാളവിച്ചിനെ തിരിച്ച് കളിയാക്കുന്നുണ്ടായിരുന്നു. അമ്മ എന്നെ ഒരുക്കുന്നത് കാണുമ്പോൾ മാളവിച്ച് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഐലൈനർ ഇട്ട് കൊടുക്കാം മാമി. അങ്ങനെ മാളവിച്ച് തന്നെ ഐലൈനർ ഇട്ട് തന്നു. മാളവിച്ചിക്ക് നല്ല അടിപൊളിയെ മേക്കപ്പ് ഇടാനറിയാം. ഐലൈനർ ഇടുമ്പോൾ എനിക്ക് കണ്ണടക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഓട്ടക്കണ്ണ് ഇട്ട് നോക്കും. എന്നാലും എന്നെ അമ്മ വഴക്ക് പറയും. ഓട്ടക്കണ്ണ് ഇട്ട് നോക്കുമ്പോൾ മാളവിച്ച് പറയുന്നുണ്ടായിരുന്നു, ഓട്ടക്കണ്ണ് ഇട്ട് നോക്കിയാൽ ഞാൻ കുത്തുവരുടിയും. പിന്നെ ഞങ്ങൾ ലിപ് ലൈനറും ലിപ്സ്റ്റിക്കാണ് ഇട്ടത്. എനിക്ക് ലിപ്സ്റ്റിക്ക് ഇടുന്ന ഒരുപാട് ഇഷ്ടമാണ്. ലിപ്സ്റ്റിക്ക് നല്ല അടിപൊളിയായി ഇടാൻ മാളവിച്ചിക്കറിയാം. എനിക്ക് ഒരു സ്വന്തമായിട്ടൊരു ലിപ്സ്റ്റിക്ക് ഉണ്ട്, റെഡ് കളറാണ്. പക്ഷേ ഞാൻ കൃഷ്ണവേഷം കെട്ടാൻ അമ്മേൻ്റെ ലിപ്സ്റ്റിക്കാണ് ഉപയോഗിച്ചത്. ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴും എൻ്റെ കണ്ണിൻ്റെ മുകളിലിട്ട് ഐലൈനർ ഉണങ്ങിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കണ്ണടച്ച് തന്നെ ഇരുന്നു. ഇനി നമ്മൾ ഐഷാഡോ ആണ് ഇടുന്നത്. മാളവിച്ച് എനിക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാൻ എന്നോട് പറഞ്ഞു. അപ്പം എനിക്ക് ഇഷ്ടമുള്ള കളറ് ഞാൻ എടുത്തു. അപ്പോൾ എനിക്ക് അത് ഇട്ട് തന്നു. കൃഷ്ണൻ്റെ വേഷം നീല ആയതുകൊണ്ട് ഞാൻ നീല ഐഷാഡോ ആണ് സെലക്ട് ചെയ്തത്. ഇപ്പം ഞാൻ കണ്ണിൻ്റെ അടിയിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഐലൈനറിൻ്റെ സ്കെച്ചാണ്. ഇതൊക്കെ എനിക്ക് മേക്കപ്പ് ഇടാൻ അമ്മ മേടിച്ച പുതിയ ഐറ്റമാണ്. ഇതിനിടയ്ക്ക് എനിക്ക് മാളവിച്ച് ബ്ലഷ് തന്നായിരുന്നു. ഐലൈനർ ഉപയോഗിക്കാതെ സ്കെച്ച് ഉപയോഗിച്ചതിൻ്റെ കാരണം ഐലൈനറിനെ പോലെ സ്കെച്ച് പടരില്ല. എൻ്റെ വിരികം അത്യാവശ്യം കട്ടിയുള്ളത് കൊണ്ട് തന്നെ ബഡ്സ് കൊണ്ട് കൺമഷിയിൽ മുക്കി എഴുതി കൊടുത്തു. വെള്ള പൊട്ട് മേടിക്കാൻ മറന്നുപോയതുകൊണ്ട് അമ്മ പൗഡറിൽ വെള്ളം കുത്തിയിട്ട് പിരികത്തിൻ്റെ മുകളിൽ കുത്തിക്കൊടുത്തു. എനിക്ക് മേക്കപ്പ് ഇടാനും മാളവിച്ചിക്ക് മേക്കപ്പ് ഇട്ട് കൊടുക്കാനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ താടിയിൽ പൊട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്തു. ഒരുങ്ങുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് തവണ കണ്ണാടിയിൽ നോക്കിക്കൊണ്ടിരുന്നു. ഇനി നമ്മൾ യു ഷേപ്പിലുള്ള പൊട്ടാണ് തൊട്ടെടുത്തത്. അപ്പോൾ ഗൈസ്, എൻ്റെ മുഖത്തുള്ള മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഇനി എനിക്ക് ഓർണമെൻറ്റ്സ് ഒക്കെ ഇടണം. പിന്നെ മുടി അത് അഴിച്ചിട്ട് ചെയ്യണം. പിന്നെ ഞാൻ കഴുത്തിൽ ഒട്ടി വെക്കുന്ന മാലയാണ് ഇട്ട് കൊടുത്തത്. എനിക്ക് കഴുത്തിൽ ഒട്ടി വെക്കുന്ന മാല ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ തൂങ്ങുന്ന ഒരു മാലയാണ് ഇട്ട് കൊടുത്തത്. അമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത്രയും സൈസ് മതിയോ, ഇത്രയും സൈസ് മതിയോ. പക്ഷേ എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ലായിരുന്നു എത്രയാന്ന്. അപ്പം പിന്നെ ഞങ്ങൾ അരപ്പട്ടയാണ് ഇട്ട് കൊടുത്തത്. അരപ്പട്ട പിന്നെ എനിക്ക് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് അരപ്പട്ടയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇത് എനിക്ക് കൃഷ്ണവേഷം ആദ്യമായിട്ടാണ് കെട്ടുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ആകാംക്ഷയാണ്.
ഇതിനിടയിൽ വളയിട്ട് പിന്നെ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് കമ്മലാണ്. ഉണ്ട കമ്മലാണ് ഞാൻ ഇടുന്നത്. എനിക്ക് ഫാൻസി കമ്മലിടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അമ്മ വിടില്ല. അമ്മ പറയും കാത് പഴുക്കുന്നു. ഇപ്പം ഞങ്ങൾ ഇടുന്നത് കയ്യിൻ്റെ മുട്ടിലുള്ള ഒരു സാധനമാണ്. അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ട് ഇടുന്നത്. ഞാൻ കുറേ ഇതിലൊക്കെ ബാഹുബലീൻ്റെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ആ സാധനം. എനിക്കിതിൻ്റെ പേരൊന്നും അറിയത്തില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. ഇത്ര ഒരുങ്ങിയപ്പോൾ തന്നെ എനിക്ക് കണ്ണാടിയിൽ നോക്കി മതിയായിട്ടില്ലായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇതൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴും അമ്മ മുടി എങ്ങനെ സെറ്റാക്കുമെന്ന് ആലോചിച്ച് വെക്കുന്നുണ്ടായിരുന്നു. മാളുവച്ചും അമ്മയും ഓരോരോ മുടി സെറ്റാക്കുന്ന ഐഡിയ പറയുന്ന കേട്ടു. അങ്ങനെ ഞങ്ങൾ മുടിയൊക്കെ സെറ്റാക്കി. ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട? നമ്മൾ ഇനി ഫോട്ടോ എടുക്കാൻ കണ്ടത്ത് പോവാണ്. അപ്പം എനിക്ക് കണ്ടത്ത് പോകണം. ഗൈസ്, ഇതാണ് ഞങ്ങൾ കണ്ടം. മാളു വെച്ച് ഓരോ പോസ് കാണിച്ചിട്ട് നിർത്തുമ്പോൾ അമ്മ ഇത് വീഡിയോ വെച്ച് ഷൂട്ട് ചെയ്തതാണ്. അപ്പുറത്തുനിന്ന് ലച്ചും എൻ്റെ മയിൽപ്പീലൊക്കെ എടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം എനിക്ക് ഭയങ്കര ഷൂട്ട് ചെയ്തിട്ട് വ്ളോഗിലോട്ടേക്ക് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കടന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ മാളു വെച്ച് പറഞ്ഞു. അപ്പം എന്നെ കടന്നിട്ട് ഒരു ഫോട്ടോ എടുപ്പിച്ച് അതിന് ഞങ്ങൾ പാലത്തിൻ്റെ അടുത്ത് ഇരുത്തിയിട്ടാണ് എന്നെ ഫോട്ടോ എടുപ്പിച്ചത്. എനിക്ക് ഈ ഫോട്ടോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ മയിൽപ്പീലൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇതാണ്, ആകാംക്ഷയൊക്കെ കൂടിയിട്ട് മാളു വെച്ച് എൻ്റെ ഒരുപാട് ഫോട്ടോസ് എടുത്തു. അപ്പോൾ ഗൈസ്, ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ടേക്ക് പോവുകയാണ്. ഭയങ്കര ക്ഷീണിച്ച് വിശക്കുന്നുമുണ്ട്. ഇനി വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.